ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷൻ 4th മൊഡ്യൂൾ പാർട്ട് 4 ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വയർ സ്പോക്കഡ് വീലുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള അലോയ് വീൽസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അലോയ് വീലിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങൾക്ക് അതിന് ടെക്നിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അലോയ് വീലിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയുന്നത് പോലെ അത് ലൈറ്റ് ഇൻ വെയിറ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഓട്ടോമൊബൈൽസിലെ ലേറ്റസ്റ്റ് ട്രെൻഡായിട്ട് വരുന്നതാണ് അലോയ് വീൽസിൻ്റെ യൂസേജ് എന്ന് പറയുന്നത്. അലോയ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ഒന്നിലധികം മെറ്റൽസ് നമ്മൾ കൂട്ടിച്ചേർത്തുണ്ടാകുന്ന അലോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്, ഇപ്പോൾ സ്ട്രെങ്ത്തും കിട്ടും, ലൈറ്റ് ഇൻ വെയിറ്റും ആക്കാൻ പറ്റും. സാധാരണ ഇരുമ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും, പക്ഷേ സ്ട്രെങ്ത്ത് കൂടുതലുണ്ടാവും, പക്ഷേ വെയിറ്റും കൂടുതലുണ്ടാവും. അപ്പോൾ നമ്മൾ അതിലേക്ക് സ്യൂട്ടബിളായിട്ട് മഗ്നീഷ്യം അല്ലെങ്കിൽ അലൂമിനിയം ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അലൂമിനിയത്തിൽ കൂടെ നമ്മൾ എന്ത് ചെയ്തു, അലൂമിനിയം ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്, പക്ഷേ സ്ട്രെങ്ത്ത് കുറവാണ്, അപ്പോൾ അതിലേക്ക് മറ്റെന്തെങ്കിലും ആഡ് ചെയ്ത്. ഇതുപോലെ മാഗ്നീഷ്യം അത് എന്താണ്, ബ്രിറ്റിലാണ്, എന്നാൽ അതിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഇൻ വെയിറ്റിന് സ്ട്രെങ്ത്ത് കൂട്ടുകയും ചെയ്യാൻ പറ്റും. ഇങ്ങനെ അലൂമിനിയം അലോയ്സ്, മാഗ്നീഷ്യം അലോയ്സ് കൊണ്ടൊക്കെയാണ് സാധാരണ അലോയ് വീൽസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നമ്മൾ ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് മാഗ്നീഷ്യം അലോയ് അല്ലെങ്കിൽ അലൂമിനിയം അലോയ് ഒക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഈ അലോയ് വീൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ലൈറ്റ് ഇൻ വെയിറ്റ് ആണ് മെയിനായിട്ട്. അത് മാത്രമല്ല സ്ട്രെങ്ത്ത് അത്യാവശ്യം ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു അലോയ് വീൽസിനെ നമ്മൾ കട്ട് സെക്ഷണൽ വ്യൂ ആയിട്ട് വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാവുക. അതിൻ്റെ റിം പോർഷനാണ് ഈ കാണിച്ചിൽ ഹബ്ബ്. അത് മാത്രമല്ല നല്ല അട്രാക്റ്റീവായിട്ട് ഡിഫറെൻറ്റ് ഡിസൈനിങ്ങിലൊക്കെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്താണ്, സ്ട്രെങ്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സ്ട്രെങ്ത് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഡിഫറെൻറ്റ് ഡിസൈനിൽ ഉണ്ടാക്കി കഴിഞ്ഞാലും അതിന് ഉറപ്പുണ്ടാവും. അതിന് പരമാവധി കൂളിങ് കിട്ടുകയും ചെയ്യും. കാരണം നമുക്ക് ഹോൾസൊക്കെ പരമാവധി പ്രൊവൈഡ് ചെയ്യാനൊക്കെ പറ്റും. ഫുൾ സ്റ്റീൽ ഡിസ്ക് വീലിനെ പോലെ ഫുള്ളായിട്ട് കവറേജ് ചെറിയ ഹോൾസ് കൊടുക്കുന്നതിന് പകരം പരമാവധി വലിയ ഹോൾസ് കൊടുക്കാൻ പറ്റും. കാരണം അത്രയും സ്ട്രെങ്ത് ഉണ്ടായതുകൊണ്ട് തന്നെ. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പരമാവധി കൂളിങ് കിട്ടും. ഇനി ഇത് രണ്ട് തരത്തിൽ ഉണ്ടാക്കാൻ പറ്റും അലോയ് വീൽസ്. ഒന്ന് കാസ്റ്റിംഗ് വഴി ഉണ്ടാക്കാൻ പറ്റും, ഒന്ന് ഫോർജിങ് വഴി ഉണ്ടാക്കാൻ പറ്റും. കാസ്റ്റിംഗ് വഴി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ കാസ്റ്റ് ചെയ്യാന്ന് നിങ്ങൾക്കറിയാം, മെറ്റൽസിനെ ഉരുക്കിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ഷേപ്പിലേക്ക് അതിനെ മോൾട്ടൺ മെറ്റലാക്കിയിട്ട് നമ്മൾ തണുപ്പിച്ചിട്ട് ഡിഫറെൻറ്റ് ഷേപ്പിലേക്ക് നമ്മൾ അതിൻ്റെ കാസ്റ്റിലേക്ക് ഒഴിച്ചിട്ട് ഡിഫറെൻറ്റ് ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക. ഇനി ഫോർജ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഷേപ്പിലേക്ക് നമ്മൾ ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം ഉരുക്കാതെ ഷേപ്പിലേക്ക് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് അമർത്തിയിട്ട് ചൂടാക്കിയിട്ട് ആ ഷേപ്പിലേക്ക് പ്രസ് ചെയ്ത് അതിൻ്റെ ആ ഡൈ അല്ലെങ്കിൽ അച്ചിലേക്ക് നമ്മൾ അതിലേക്ക് അമർത്തിയിട്ട് ആ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുക. അങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സാധാരണ കാസ്റ്റ് വീൽസ് യൂസ് ചെയ്യാറുള്ളത് ലൈറ്റ് വെഹിക്കിൾസിലാണ്. ഫോർജ്ഡ് വീൽസ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഹെവി വെഹിക്കിൾസിലാണ്. അലോയ് വീൽസ് യൂസ് ചെയ്യുന്നത് ഹെവി വെഹിക്കിൾസിലാണ്. ഇനി ഇത് എത്രത്തോളം ലൈറ്റ് ഇൻ വെയിറ്റ് ആണെന്ന് വെച്ചാൽ ഏകദേശം 50% ലൈറ്റ് ഇൻ വെയിറ്റ് ആണ് സാധാരണ സ്റ്റീൽ ഡിസ്ക് വീലുകളെക്കാളും 50% ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു അലോയ്സ് പരമാവധി ഹീറ്റിനെ കണ്ടക്ട് ചെയ്യും. ഹോൾസ് പരമാവധി പ്രൊവൈഡ് ചെയ്യാൻ മാത്രമല്ല ഹീറ്റിനെ കണ്ടക്ട് ചെയ്യും. സാധാരണ സ്റ്റീലുകളെക്കാളും കൂടുതൽ ഹീറ്റ് കണ്ടക്റ്റൻസ് ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്യും, ഹീറ്റ് ട്രാൻസ്ഫർ കൂടുതൽ നടക്കും. അപ്പോൾ പെട്ടെന്ന് കൂളായി പോയിക്കോളും. നെക്സ്റ്റ് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ റിമ്മ് നമുക്ക് പരമാവധി വീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. സാധാരണ സ്റ്റീൽ ഡിസ്കുകളാകുമ്പോൾ അതിനൊരു പരിധിയുണ്ട്, റിമ്മിന് ഒരു വീതിക്ക് ഒരു പരിധിയുണ്ട്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ സ്റ്റീൽ ഡിസ്ക് അല്ലെങ്കിൽ റിമ്മ് കംപ്ലൈൻ്റ് ആവും, വീല് തന്നെ കംപ്ലൈൻ്റ് ആവും.
അതിന് ലോഡ് താങ്ങാൻ കഴിയില്ല. അപ്പോൾ ഈ വിഷയം നേരെ മറിച്ച് അലോയ് വീൽസ് ആകുമ്പോൾ നമുക്ക് പരമാവധി വീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. കാരണം അതിന് അത്രയും സ്ട്രെങ്ത് ഉണ്ടായതുകൊണ്ട് തന്നെ ഈസിലി നമുക്ക് എന്നതാണ് കൂടുതൽ വീതിയുള്ള റിമ്മ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വീതിയുള്ള റിമ്മ് കൊടുക്കുന്നതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീതിയുള്ള ടയർ ഇടാൻ പറ്റും. അപ്പോൾ എന്താണ് സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ അങ്ങനത്തെ റേസിംഗ് കാറുകൾ അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് കൂടുതൽ നല്ല വീതിയുള്ള ടയർ ആവശ്യമുള്ളിടത്ത് അലോയ് വീൽസ് നമുക്ക് സിമ്പിളായിട്ട് കൺസ്ട്രക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ എന്താണ് നമുക്ക് സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടും. ടയർ വീതിയുള്ളത് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ, പക്ഷെ മൈലേജ് കുറച്ച് കുറയും. പക്ഷെ നമ്മളെപ്പോഴും ഉണ്ടാക്കുമ്പോൾ നമ്മൾ പരമാവധി മൈലേജും സ്റ്റെബിലിറ്റിയും കൂടി കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഇനി നമുക്ക് സ്റ്റെബിലിറ്റിയാണ് കൂടുതൽ ആവശ്യം, മൈലേജ് വിഷയമല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ വീതിയുള്ള ടയർ പ്രിഫർ ചെയ്യാം. അപ്പോൾ അലോയ് വീൽസ് നമുക്ക് വീതി കൂടിയ ടയറുകൾ ഇടാൻ പറ്റും. അതുപോലെ എന്താണ് വീതി കൂടിയ റിമ്മ് അലോയ് വീൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇനി മാഗ്നീഷ്യം അലോയ്സ്, അതിനാണ് കൂടുതൽ സ്ട്രെങ്ത്തും ലോഡ് എടുക്കാനുള്ള കപ്പാസിറ്റിയൊക്കെ മാഗ്നീഷ്യം അലോയ്സിന്. പക്ഷേ മാഗ്നീഷ്യം അലോയ്സിന് പോരായ്മയുണ്ട്. എന്താണ്, അത് കൊറോസീവാണ്. പെട്ടെന്ന് എന്ത് ചെയ്യും, കൊറോഡ് ചെയ്യാൻ കുറച്ച് നുരുമ്പാൻ സാധ്യത കൂടുതലാണ്. സ്ട്രെങ്ത് കൂടുതലുണ്ട്, പക്ഷെ നുരുമ്പാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ അലൂമിനിയം അലോയ്സ് ആകുമ്പോൾ അത് ലെസ് കൊറോസീവാണ്. അത് പെട്ടെന്ന് എന്ത് ചെയ്യില്ല, തീരെയും നുരുമ്പില്ല. നമ്മൾ ഇരുമ്പിൻ്റെ അഥവാ സാധാരണ സ്റ്റീലിൻ്റെത് നുരുമ്പുന്നത് പോലെ ഒരിക്കലും അലോയ് വീൽസ് നുരുമ്പില്ല. പക്ഷെ എന്നാൽ താരതമ്യേന മാഗ്നീഷ്യം അലോയ്സ് കൂടുതൽ നുരുമ്പ്, പക്ഷെ എന്നാൽ കൂടുതൽ സ്ട്രെങ്ത് കൂടുതലാണ്. ഫാറ്റിഗ്യൂ ലോഡൊക്കെ എടുക്കാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. എന്നാൽ അലൂമിനിയം അലോയ്സ് ആകുമ്പോൾ അത്ര സ്ട്രെങ്ത് ഉണ്ടാവില്ല, പക്ഷെ എന്താണ് അതിന് കൊറോഷൻ വളരെ കുറവായിരിക്കും. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ പറഞ്ഞു, ഇത് അട്രാക്റ്റീവാണ്, ബെറ്റർ അപ്പിയറൻസ് ആണ്, നല്ല ഭംഗിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അലോയ് വീൽസ് നമുക്ക് ഡിഫറെൻറ്റ് ഡിസൈനുകൾ അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അലോയ് വീൽസ് നമ്മളെ വയർ സ്പോക്കഡ് വീലിൽ നിന്നും അതുപോലെ ഡിസ്ക് വീലിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൂടുതൽ സ്ട്രെങ്ത്തും ലൈറ്റ് ഇൻ വെയ്റ്റും അതുപോലെ തന്നെ കൂടുതൽ ഹീറ്റ് ട്രാൻസ്ഫർ ഇതൊക്കെ നടക്കും. അതുപോലെ എന്താണ് നല്ല അപ്പിയറൻസ് ഉണ്ടാവും. കൂടുതൽ വീതിയുള്ള റിമ്മ് ഉപയോഗിക്കാൻ പറ്റും, റിമ്മ് വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവും. അതൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജസ്. എന്നാൽ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ എന്താണ് ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലായിരിക്കും. അത് ഉണ്ടാക്കാനുള്ള എന്താണ് ഇനീഷ്യൽ പ്രൈസ് കൂടുതലായിരിക്കും. എന്താണ് ചീപ്പല്ല, കുറച്ച് റേറ്റ് കൂടുതലാണ്. ഡിസ്ക് വീലിനെയും വയർ സ്പോക്കഡ് വീലിനെയും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് ഇതിന് കുറച്ച് വില കൂടുതലാണ്. പക്ഷെ എന്താണ് വൺസ് ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിനും നല്ലതാണെന്ന് മാത്രമല്ല, എന്താണ് നമ്മൾ ഇനീഷ്യൽ കോസ്റ്റ് മുടക്കി കഴിഞ്ഞാൽ നമുക്കത് ബെറ്റർ പെർഫോമൻസും കാര്യങ്ങളും കിട്ടുന്നത് ലാഭമാണ്. അതാണ് അലോയ് വീലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ അലോയ് വീലിനെ കുറിച്ച് എക്സാം ചോദിക്കുകയാണെങ്കിൽ, അതുപോലെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതും എക്സാം ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ട കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് അലോയ് വീൽസ് എന്നും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞപ്പോൾ എന്താണ് വീൽസ്, എന്താണ് വയർ സ്പോക്കഡ് വീൽ, എന്താണ് ഡിസ്ക് വീല്, എന്താണ് അലോയ് വീല്. ഇനി അതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വീൽ, ഡിവൈഡഡ് വീൽ, ഇൻസെറ്റ്, ഓഫ്സെറ്റ്, അതുപോലെ തന്നെ സീറോ സെറ്റ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പറയാനുള്ളത് വീൽ ഡയമെൻഷനെ കുറിച്ചാണ്. വീല് സാധാരണ നമ്മൾ 2 തരത്തിലാണ് ഡയമെൻഷൻ ചെയ്യുക. അതിൻ്റെ 3 കാര്യങ്ങളാണ് വീല് മെയിനായിട്ട് ഡയമെൻഷൻ ചെയ്യുക. ഫസ്റ്റ് വൺ അതിൻ്റെ വിഡ്ത്താണ്, നെക്സ്റ്റ് ഡയമീറ്റർ, 3 ഓഫ്സെറ്റ്. വീലിൽ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് അതിൻ്റെ ഡയമെൻഷൻ വരുന്നത്. നമ്മൾ ഒരു കടയിൽ പോയിട്ട് വീൽ വാങ്ങുന്ന സമയത്ത് ഒന്ന് എന്ത് ചെയ്യണം, അതിൻ്റെ ഡയമീറ്റർ പറയണം. നമ്മൾ ആ വാഹനത്തിൽ എല്ലാ വാഹനത്തിലും എല്ലാ ഡയമീറ്ററിലുള്ള വീല് യൂസ് ചെയ്യാൻ കഴിയില്ല. ആ വാഹനത്തിൻ്റെ വീൽ ബേസും വീൽ ട്രാക്കൊക്കെ അനുസരിച്ച് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡയമീറ്ററിലുള്ള വീല് നമ്മൾ അതിലേക്ക് ഇടാൻ പറ്റുള്ളൂ. അതിന് ഗ്രൗണ്ട് ക്ലിയറൻസ്, അതിൻ്റെ ബോഡി ഷേപ്പ് ഇതൊക്കെ അനുസരിച്ച് അത് സ്പെസിഫൈഡ് ആയിട്ട് മാനുഫാക്ചറിങ് കമ്പനി പറഞ്ഞിട്ടുള്ള വീലാണ് ശരിക്കും ഇടേണ്ടത്. ഇനി ചെറിയ വ്യത്യാസമുള്ളത് ഇടാൻ കഴിയുകയാണെങ്കിൽ തന്നെ അതിൽ കറക്റ്റ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലുള്ളത് അതിലേക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വീലിൻ്റെ ഡയമെൻഷനിൽ മെയിനായിട്ടുള്ളത് ഒന്നാണ് ഡയമീറ്റർ. അത് സാധാരണ ഇഞ്ചിലാണ് പറയാറുള്ളത്, MM പറയാറുണ്ട്. കോമൺ ആയിട്ട് ഇഞ്ചസിലാണ് പറയാറുള്ളത്. ഇനി
നെക്സ്റ്റ് അതിൻ്റെ വീതി, നമുക്ക് എത്ര വീതിയുള്ള, അതും ആ ഒരു വാഹനത്തിനനുസരിച്ചായിരിക്കണം നമ്മൾ വീലിൻ്റെ വിഡ്ത്തും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതും ഇഞ്ചസിലാണ് സാധാരണ പറയാറ്, അല്ലെങ്കിൽ ചില സമയത്ത് mm പറയാറുണ്ട്. ഇനി ഓഫ്സെറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇൻസെറ്റ് വീൽ, ഔട്ട്സെറ്റ് വീൽ, സീറോ സെറ്റ് വീൽ എന്നൊക്കെ പറഞ്ഞു അല്ലേ. എന്താണ് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ? ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ വീലിൻ്റെ സെൻട്രൽ ലൈനും റിമ്മിൻ്റെ സെൻട്രൽ ലൈനും, അഥവാ നമ്മളെ ഡിസ്ക് അറ്റാച്ചിങ് ഫേസ് ഇത്, എന്നാൽ ഈ റിമ്മിൻ്റെ സെൻട്രൽ ലൈൻ അത് തമ്മിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിന് ഓഫ്സെറ്റ് ഉണ്ടെന്ന് പറയും. അഥവാ റിമ്മിൻ്റെ സെൻട്രൽ ലൈനും അതുപോലെ അറ്റാച്ച്മെൻറ്റ് ഫേസും, വീല് നമ്മൾ ഡിസ്ക് കൊടുക്കുന്ന ബോൾട്ട് ചെയ്യുന്ന ഭാഗവും അതും അതുപോലെ തന്നെ റിം സെൻട്രൽ ലൈനും, ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഇത് ചിലപ്പോൾ ഒരേ ലൈനിലാവാം, അതിന് സീറോ സെറ്റ് വീല് പറയും. അത് നമ്മൾ ആളെ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ ഓഫ് സെറ്റിനനുസരിച്ചും അത് നമ്മൾ ഓരോ വാഹനത്തിനനുസരിച്ച്, നമ്മൾ സാധാരണ ഹെവി വെഹിക്കിൾസിലൊക്കെ കൂടുതലും നമ്മൾ പുറത്തേക്ക് ഉള്ളിലേക്ക് അറ്റാച്ച്മെൻറ്റ് ഫേസ് വരുന്ന രീതിയിൽ നമ്മൾ ഇടാറ് അല്ലേ. എന്നാൽ കാറുകളുടെ ഒക്കെ നേരെ കുറച്ച് പുറത്തേക്ക് അറ്റാച്ച്മെൻറ്റ് ഫേസ് ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ്. അത് നമ്മൾ ഇൻസെറ്റ് വീൽ, ഔട്ട്സെറ്റ് വീൽ, സീറോ സെറ്റ് വീലിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഓഫ് സെറ്റ് എപ്പോഴും എല്ലാ വാഹനത്തിലും എല്ലാ ടൈപ്പ് വീലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ നമ്മൾ സാധാരണ ഓട്ടോറിക്ഷകൾ അങ്ങനത്തെ ഇതിലൊക്കെ കൂടുതലും സീറോ സെറ്റ് വീൽസ് അവർ ഉള്ളിലേക്കും പുറത്തേക്കും തള്ളി നിൽക്കാതെ കൂടുതലും സെൻട്രലായിട്ട് അറ്റാച്ച്മെൻറ്റ് ഫേസ് സെൻട്രലായിട്ട് വരുന്നത്, ഓഫ് സെറ്റ് സീറോ ആയിട്ട് വരുന്ന വീൽസാണ് കൂടുതലും ഇടാറ്. ഫ്രണ്ട് വീൽസിലൊക്കെ കൂടുതലും ഓട്ടോറിക്ഷകളിലൊക്കെ ഫ്രണ്ട് വീൽസിലൊക്കെ കൂടുതലും ഇടുന്നത് അങ്ങനെ ആയിരിക്കാം. അപ്പോൾ ഇൻസെറ്റ് വീലുണ്ട്, ഔട്ട്സെറ്റ് വീൽ, സീറോ സെറ്റ് വീൽ, അങ്ങനെ ഡിഫറെൻറ്റ് ഓഫ് സെറ്റിനനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ആദ്യം ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഡീപ്പായിട്ട്, അതിന് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഏത് ടൈപ്പ് വീലാണ് നമുക്ക് വാഹനത്തിന് സ്യൂട്ടബിൾ ആയിട്ട് നോക്കിയിട്ട് ആ സ്യൂട്ടബിൾ ആയിട്ട് ഉള്ള വീല് നമ്മൾ ഓഫ്സെറ്റ് എത്ര, ഇനി കൂടുതൽ വീതിയുള്ളത് വേണോ, ഓഫ്സെറ്റ് ഉള്ളത് വേണോ, കുറച്ച് ഓഫ്സെറ്റ് ഉള്ളത് വേണോ, അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം ആ ഒരു വാഹനത്തിൻ്റെ ഇതിനനുസരിച്ച്. അതാണ് നമുക്ക് വീൽ ഡയമെൻഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ വീല് ഡയമെൻഷനിൽ 3 പോയിൻറ്റ്സ് ഉള്ളത്. ഒന്ന് വീലിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, ഒന്ന് വീൽ ഡയമീറ്റർ, നെക്സ്റ്റ് ഓഫ്സെറ്റ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടയറുകളെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ടയർ? ടയർ എന്ന് പറഞ്ഞാൽ നമ്മൾ വീലിൻ്റെ മുകളിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കുഷനാണ്. കുഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും സോഫ്റ്റ്നെസ് കിട്ടാൻ അല്ലേ. അപ്പോൾ നമ്മൾ വീല് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ സ്റ്റീലിൻ്റെ ഒരു വീല് മാത്രം വാഹനത്തിൽ യൂസ് ചെയ്യുകയാണ്, നമുക്ക് ആ വാഹനത്തിൽ യാത്ര ചെയ്യാൻ കഴിയുമോ? ഇല്ല, വളരെ റിസ്ക്കി ആയിരിക്കും. കാരണം എന്താണ്, വൈബ്രേഷൻസൊക്കെ എന്ത് ചെയ്യും, എത്ര നമ്മൾ സസ്പെൻഷൻ യൂണിറ്റ്സ് ഉണ്ടായാലും പോലും വൈബ്രേഷൻസ് നമ്മൾ വാഹനത്തിലേക്ക്, അതുപോലെ എൻജിൻ പാർട്സിലേക്ക്, പാസഞ്ചേഴ്സിലേക്ക് എത്തും. അപ്പോൾ ആ ഒരു ഇത് പരമാവധി വൈബ്രേഷൻസൊക്കെ ഡാമ്പ് ചെയ്ത് കുഷനിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ടയർ വീലിൻ്റെ മുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യകാലത്തൊക്കെ കാളവണ്ടികളൊക്കെ യൂസ് ചെയ്യുന്നത്, അന്ന് വീൽ മരത്തിൻ്റെ വീലൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും കുഷനിങ് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഓട്ടോമൊബൈൽസൊക്കെ കണ്ടുപിടിച്ചപ്പോൾ അതിൽ വീലും കണ്ടുപിടിച്ച സമയത്ത് ആ വീലിൻ്റെ മുകളിൽ ടയർ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് വന്നു. ആ ടയറിൽ തന്നെ ആദ്യം സോളിഡ് ടയേഴ്സൊക്കെയാണ്, അത് ഫുള്ള് റബ്ബറിൻ്റെ അല്ലെങ്കിൽ മറ്റ് മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കട്ടിയുള്ള മെറ്റീരിയൽ, ഫുള്ള് എയർ ഫില്ല് ചെയ്യാത്ത ടൈപ്പ് ഉണ്ടായിരുന്നു സോളിഡായിട്ടുള്ള ടയേഴ്സിന്. ഇപ്പോൾ സാധാരണ എന്താണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എയർ ഫില്ല് ചെയ്യുന്ന ടയർ വിത്ത് ട്യൂബ്ലെസ് ടയേഴ്സ്, ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തിനാണ്, ഒരു കുഷനിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്താണ് യാത്ര ചെയ്യാൻ കംഫർട്ട് ഉണ്ടെങ്കിൽ അത് കുഷനിങ് എഫക്റ്റ് വേണം, അല്ലെങ്കിൽ എന്താണ് ഈ വൈബ്രേഷൻസൊക്കെ വാഹനത്തിൻ്റെ പാസഞ്ചേഴ്സിലേക്കും എൻജിൻ കമ്പോണൻസിലേക്കൊക്കെ എത്തും. അത് പരമാവധി റെഡ്യൂസ് ചെയ്യാൻ, കുഷനിങ് എഫക്റ്റ് പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മൾ ടയർ വീലിൻ്റെ മുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ടയറിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടയർ ഫങ്ഷൻസ്, ടയർ എന്തെല്ലാം ഫങ്ഷൻസ്, എന്തെല്ലാം കാര്യങ്ങൾ ടയർ പെർഫോം ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എന്താണ്, സപ്പോർട്ട് ദി വെഹിക്കിൾ ലോഡ്, വണ്ടിൻ്റെ എല്ലാ ലോഡും താങ്ങണം. നമ്മൾ ലോഡും താങ്ങാത്ത എന്തെങ്കിലും മെറ്റീരിയൽ കൊണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഇതുകൊണ്ട് വീലിൻ്റെ മേലെ ടയർ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ ടയർ കേടുന്നു അല്ലേ. അപ്പോൾ ആ വാഹനത്തിൻ്റെ മൊത്തം ലോഡ് എടുക്കാൻ കഴിയുന്നതായിരിക്കണം ടയർ എന്ന് പറയുന്നത്. അപ്പോൾ ടയറിൻ്റെ ഒരു ഫങ്ഷനായിട്ട് സപ്പോർട്ട് ദി വെഹിക്കിൾ ലോഡ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ടു പ്രൊവൈഡ് കുഷൻ അഗെയിൻസ്റ്റ് ഷോക്കുകളെ തൊട്ട് കുഷനിങ് എഫക്റ്റ് കിട്ടണം. അല്ലാതെ നമ്മൾ വെറുതെ ടയർ കൊടുത്തില്ല, നമ്മൾ ടയർ കൊണ്ടുള്ള മെയിൻ ഉദ്ദേശം തന്നെ കുഷനിങ് കിട്ടുകയാണ്. അപ്പോൾ അതനുസരിച്ച് കുഷനിങ് കിട്ടുന്ന ടയർ ആയിരിക്കണം. ടു പ്രൊവൈഡ് കുഷൻ അഗെയിൻസ്റ്റ് ഷോക്സ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ടു ട്രാൻസ്മിറ്റ് ഡ്രൈവിംഗ് ആൻഡ് ബ്രേക്കിംഗ് ഫോഴ്സസ് ടു ദി റോഡ്. ടയർ കറക്റ്റായിട്ട് ഡ്രൈവിംഗ് ടോർക്കും ബ്രേക്കിംഗ് ടോർക്കും ഫോഴ്സസും റോഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. വളരെ മിനുസുള്ള ടയർ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, അത് നമ്മൾ ബ്രേക്ക് ചെയ്താൽ വണ്ടി നിൽക്കില്ല. അതുപോലെ ആക്സലറേറ്റ് ചെയ്യുമ്പോൾ വെറുതെ കിടന്ന് സ്ലിപ്പ് ചെയ്യും. അപ്പോൾ കറക്റ്റ് എൻജിൻ ഡ്രൈവ് ഫോഴ്സ്, ആ റൊട്ടേറ്റീവ് ഫോഴ്സ് ട്രാക്ഷൻ എന്ന് പറയും. അപ്പോൾ ആ ട്രാക്ഷൻ കിട്ടണമെങ്കിൽ, ട്രാക്റ്റീവ് എഫേർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ, അഥവാ റോഡിലേക്ക് നമ്മൾ വീലിൻ്റെ കറക്കം എഫക്റ്റീവായിട്ട് കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള ടയറായിരിക്കണം. അപ്പോൾ ടയറിന് അത്യാവശ്യം കട്ടൊക്കെ വേണം. ഇതിന് നമ്മൾ അങ്ങനെ കട്ടാന്ന് പറഞ്ഞ ഭാഗം കൊടുക്കുന്നത് എന്തിനാ? അല്ലെങ്കിൽ നമുക്ക് മിനുസുള്ള റൗണ്ട് സ്ട്രക്ചർ കൊടുത്തൂടെ? എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാതെ? അതിന് പകരം ട്രെഡ് എന്ന് പറഞ്ഞ ഭാഗം അല്ലെങ്കിൽ കട്ട എന്നുള്ള ഭാഗം നമ്മൾ ടയറിന് കൊടുക്കുന്നത് എന്തിനാ? അതിനിപ്പോൾ ഗ്രിപ്പ് കിട്ടാനാണ്. റോഡിലേക്ക് നമ്മൾ പരമാവധി ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയണം, ബ്രേക്കിംഗ് ഫോഴ്സും ഡ്രൈവിംഗ് ഫോഴ്സും ഒക്കെ. അല്ലെങ്കിൽ വീല് കടന്ന് ഇങ്ങനെ ആക്സലറേറ്റ് ചെയ്യുമ്പോൾ വീല് വെറുതെ കടന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സ്മൂത്തായിട്ട് വണ്ടി നീങ്ങൂല. ഇപ്പോൾ നമ്മളൊരു തേഞ്ഞ ടയർ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു കയറ്റത്തിലൊക്കെ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? വെറുതെ കടന്ന് ടയർ കറങ്ങുന്നത് നിങ്ങൾ കാണാം. അതന്നെ എന്താണ്, കാറിന് കട്ട കറക്റ്റ് ഇല്ലായിട്ടാണ്. ഇതുപോലെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? കട്ട ഇല്ലെങ്കിൽ വണ്ടി ടയറിന് കറക്റ്റ് കട്ടയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വളരെ തേഞ്ഞ് കഴിഞ്ഞ ടയറാണെങ്കിൽ എന്ത് ചെയ്യും? സ്കിഡായിട്ട് പോയിട്ട് തട്ടും അല്ലേ? അപ്പോൾ അവിടെ ടയറിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫങ്ഷനാണ് ഡ്രൈവിംഗ് ആൻഡ് ബ്രേക്കിംഗ് ഫോഴ്സസ് എന്ത് ചെയ്യണം? റോഡിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയണം. നെക്സ്റ്റ് സ്മൂത്ത് സ്റ്റിയറിംഗ് ആൻഡ് കോർണറിങ് പവർ പ്രൊവൈഡിങ്. കോർണറിങ് പവർ വാഹനം ടേൺ ചെയ്യുന്ന സമയത്ത്, ഒരു കർവ് ടേൺ ചെയ്യുന്ന സമയത്ത് കോർണറിങ് ഫോഴ്സ്, അഥവാ ഇതെന്ത് ചെയ്യാൻ പാടില്ല? സ്കിഡായി പോവാതെ പരമാവധി വാഹനത്തെ സ്റ്റെബിലിറ്റിയിൽ പിടിച്ചു നിർത്താൻ അതിൻ്റെ ടയർ സഹായിക്കുന്നുണ്ട്. അങ്ങനത്തെ ടയർ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതുകൊണ്ടാണ് ടയർ ഇങ്ങനെ കട്ടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കോർണർ ചെയ്യുന്ന സമയത്ത് വാഹനം തെന്നിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടയർ അതനുസരിച്ച് സ്ട്രെങ്ത് ഉള്ളതാകുമ്പോൾ നമ്മൾ കോർണർ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ ടയർ തന്നെ നല്ല കട്ടയുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? പിടിച്ചു നിർത്തും, വണ്ടിനെ ഒഴിഞ്ഞു പോകാതെ സ്റ്റെബിലിറ്റിയിൽ കർവ് ടേൺ ചെയ്യാൻ സഹായിക്കും. അപ്പോൾ അതും ഒരു ഫങ്ഷൻ ഓഫ് ടയറാണ്. നെക്സ്റ്റ് സ്മൂത്ത് സ്റ്റിയറിങ് സ്മൂത്തായിട്ട് സ്റ്റിയറിങ് ചെയ്യാൻ കഴിയണം. നമ്മൾ ഓവർ വീതിയുള്ള ടയർ ഇട്ടാണ്ടാവില്ല. അതുപോലെ ടയറിന് കട്ട കൂടിയിട്ട് ഗ്രിപ്പ് വളരെ കൂടുതലായിട്ട് ഓവർ ഗ്രിപ്പുള്ളതാകാൻ പറ്റില്ല. ഓവർ ഗ്രിപ്പായി കഴിഞ്ഞാൽ തീരെ മൈലേജ് ഉണ്ടാവില്ല, സ്റ്റിയറിംഗ് ഒക്കെ ബുദ്ധിമുട്ടാവും. അതുപോലെ ടയറിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്റ്റിയറിങ്ങിനൊക്കെ ഈസി ആയിട്ടുള്ളതായിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യണം. അപ്പോൾ ടയറിൻ്റെ അതിനൊരു ഫങ്ഷനാണ് സ്റ്റിയറിങ് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള ഫങ്ഷനും പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് അപ്പോൾ ഒരു ടയറിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ടു സപ്പോർട്ട് ദി വെഹിക്കിൾ ലോഡ്. നെക്സ്റ്റ് ടു പ്രൊവൈഡ് കുഷൻ അഗെയിൻസ്റ്റ് ഷോക്സ്. അതുപോലെ ടു ട്രാൻസ്മിറ്റ് ഡ്രൈവിംഗ് ആൻഡ് ബ്രേക്കിംഗ് ഫോഴ്സസ് ടു ദി റോഡ്. നെക്സ്റ്റ് ടു പ്രൊവൈഡ് കോർണറിംഗ് പവർ ഫോർ സ്മൂത്ത് സ്റ്റിയറിങ്ങിന് കോർണറിംഗ് പവർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ സ്മൂത്ത് സ്റ്റിയറിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും. അപ്പോൾ അത്രയാണ് ഒരു ടയറിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസൈറബിൾ ടയർ പ്രോപ്പർട്ടീസ് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെ ആയിരിക്കണം ടയറിൻ്റെ പ്രോപ്പർട്ടീസ്? ടയർ ഇന്ന ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ആ ഫങ്ഷൻസിനൊക്കെ എങ്ങനെ ഈ ടയറിൻ്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കണം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാതെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും.